19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ മേഖലയിലെ സ്പാനിഷ് കോളനി വാഴ്ച നിലനിന്നു. രണ്ടാം ലോക യുദ്ധകാലത്ത് ജാപ്പനീസ് സൈന്യം നഗരത്തെ ആക്രമിച്ചു. ആക്രമണത്തിനിടെ കനത്ത നാശമാണ് കെട്ടിടങ്ങൾക്കും മറ്റുമുണ്ടായത്. യുദ്ധത്തിന് ശേഷം തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയും നഗരപരിധി പുനർനിർണയിക്കുകയും ചെയ്തു. 413 ചതുരശ്ര കിലോമീറ്റർ ആണ് കഗയാൻ ഡി ഓറോയുടെ വിസ്തൃതി. രാജ്യത്തെ ജനസംഖ്യയേറിയ 10ാമത്തെ നഗരമാണിത്. ഒടുവിലത്തെ സെൻസസ് അനുസരിച്ച് 7.5 ലക്ഷത്തോളം ആളുകളാണ് നഗരത്തിൽ വസിക്കുന്നത്. 80 ഭാഗങ്ങളായി വിഭജിച്ച് നഗരത്തിന്റെ ഭരണം നിർവഹിക്കുന്നു. വ്യവസായം, വാണിജ്യം, ടൂറിസം തുടങ്ങിയവയെ ആശ്രയിച്ചാണ് മേഖലയുടെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. നഗരത്തിലെ പ്രമുഖ ദേവാലയമാണ് സെയിന്റ് അഗസ്റ്റിൻ മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ. സെയിന്റ് അഗസ്റ്റിനാണ് ദേവാലയം സമർപ്പിച്ചിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലായിരുന്നു കഗയാൻ ഡി ഓറോ അതിരൂപതയുടെ ആസ്ഥാനമായ ദേവാലയത്തിന്റെ നിർമ്മാണം. 20-ാം നൂറ്റാണ്ടിൽ ഇത് പുനർനിർമ്മിച്ചു. നിയോഗോഥിക് ശൈലിയിലാണ് ദേവാലയം പണി കഴിപ്പിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്ക് പുറമെ ധാരാളം സഞ്ചാരികളും ദേവാലയം സന്ദർശിക്കുന്നു. നഗരത്തിലെ ഉദ്യാനമാണ് ഗാസ്റ്റൺ പാർക്ക്. സെയിന്റ് അഗസ്റ്റിൻ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന് സമീപത്താണ് ഉദ്യാനത്തിന്റെ സ്ഥാനം. 17-ാം നൂറ്റാണ്ടിലാണ് ഉദ്യാനം നിർമ്മിച്ചത്. സെഗുൻഡോ ഗാസ്റ്റൺ എന്ന മുൻ മേയറുടെ ബഹുമാനാർത്ഥം ഇതിന് ഗാസ്റ്റൺ പാർക്ക് എന്ന പേര് നൽകി. മനോഹരമായ ജലധാരകളും ഉദ്യാനത്തെ ശ്രദ്ധേയമാക്കുന്നു. നോർത്തേൺ മിൻഡാനോ റീജിയണിലെ പ്രമുഖ തുറമുഖം കഗയാൻ ഡി ഓറോയിലാണ് പ്രവർത്തിക്കുന്നത്. 1970-കളിലായിരുന്നു തുറമുഖത്തിന്റെ നിർമ്മാണം. 364 ഹെക്ടർ ആണ് ഇതിന്റെ വിസ്തൃതി. നഗരത്തിലെ പ്രദർശന കേന്ദ്രമാണ് സിറ്റി മ്യൂസിയം ഓഫ് കഗയാൻ ഡി ഓറോ. 2008-ലാണ് മ്യൂസിയം പ്രവർത്തനം ആരംഭിച്ചത്. മേഖലയുടെ ചരിത്രവും സംസ്കാരവും പ്രചരിപ്പിക്കുന്ന നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നഗരത്തിലെ പ്രസിദ്ധമായ മേളയാണ് ഹിഗാലെ ഫെസ്റ്റിവൽ. മതപരമായ വേരുകളുള്ള ആഘോഷമാണിത്. വർഷം തോറും ഓഗസ്റ്റ് മാസത്തിലാണ് ആഘോഷം സംഘടിപ്പിക്കുക. പരേഡ്, വിൽപ്പനമേള, കലാ സാംസ്കാരിക പരിപാടികൾ, കായിക വിനോദങ്ങൾ തുടങ്ങിയവയെല്ലാം മേളയോടനുബന്ധിച്ച് അരങ്ങേറുന്നു. ഫിലിപ്പൈൻസിലെ പ്രമുഖ നഗരമാണ് കഗയാൻ ഡി ഓറോ. സുദീർഘമായ ചരിത്രവും വികസന രംഗത്തുണ്ടായ പുരോഗതിയും നഗരത്തെ ശ്രദ്ധേയമാക്കുന്നു.